മോശയെ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൊണ്ടുവന്ന് ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പുറകിൽ നിന്ന് ഫറവോൻ്റെ സൈന്യം വരുന്നുണ്ട്. മോശയ്ക്കറിയാം ഇനി മുന്നോട്ടും വഴിയില്ല, പിന്നിലേക്കും പോകാൻ വഴിയത്തില്ല. കാര്യം അവിടെ മരണമാണ്. കൂടെ വിളിച്ചിറക്കിയവരെല്ലാവരും മോശയോട് പെറുപിറുത്തു വഴക്കുണ്ടാക്കാൻ തുടങ്ങി. സത്യത്തിൽ പറയട്ടെ, വിളിച്ചിറക്കിയ മോശയ്ക്ക് പോലും അറിയത്തില്ല മുമ്പിൽ ചെങ്കടലിനകത്ത് വഴി ഉണ്ടെന്നുള്ളത്. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ മുമ്പിൽ വഴിയുള്ളിടത്ത് വഴി തരാൻ കർത്താവിന് ഹല്ലേലൂയ ആവശ്യമില്ല. വഴിയില്ലാത്ത ഇടത്ത് വഴി തരുന്ന കർത്താവുണ്ട്. മോശ ദൈവത്തോട് പറയുന്ന, കർത്താവേ, ഇവിടെ ചെങ്കടലാണ്, പുറകിൽ ഫറവോന് സൈന്യമാണ്, ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിക്കുമ്പോൾ ആ ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. അത് വിളിച്ചിറക്കിയ നിങ്ങളെ ഈ ചെങ്കടലിനകത്തും വഴി തുറന്ന് നിങ്ങളെ മുന്നോട്ട് വിടാൻ കഴിവുള്ള ദൈവത്തെയാണ് നിങ്ങൾ അനുസരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വഴി തുറക്കാതിരിക്കുകയില്ല. അത് വലിയ ജീവിതത്തിൽ വലിയൊരു സത്യമാണ് കേട്ടോ. ദൈവത്തിൽ നിങ്ങൾ സാധാരണ ഒരു വിശ്വാസത്തിൽ നിന്ന് അതിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് കർത്താവിനൊന്ന് വിശ്വസിച്ച് നോക്കുക, ഒന്ന് മുറുകെ പിടിച്ചു നോക്കുക. ഏത് തോട്ടയിടത്തും ആ ജീസസ് നമ്മൾ